നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല. ബാലയും ഗായിക അമൃത സുരേഷും വിവാഹം കഴിച്ചതും വിവാഹമോചിതരായതും ഒക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. വിവാഹമോചനത്തിന് ശേഷം ബാല കുറച്ചുനാൾ ഒറ്റയ്ക്കായിരുന്നു. 2 വർഷം മുൻപാണ് എലിസബത്തിനെ ഭാര്യയായി ജീവിതത്തിലേക്ക് ബാല കൂട്ടിയത്. ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഡോക്ടറാണ് എലിസബത്ത്. വളരെ ലളിതമായ രീതിയിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെ വിവാഹം നടന്നത്. ബാലയുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ തുണയായി നിന്നത് എലിസബത്ത് ആയിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ച ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടന്നപ്പോഴും ബാലയ്ക്ക് എല്ലാവിധ ശുശ്രൂഷയും നൽകി എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല. കേരളത്തിന് പുറത്തൊരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത്. ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാറില്ല. ജോലിക്കായി കേരളം വിട്ടു പോകും മുമ്പ് എലിസബത്ത് ഏറെ നാൾ മാതാപിതാക്കൾക്കൊപ്പം തൃശൂരിലെ വീട്ടിലായിരുന്നു. ബാല വീഡിയോകൾ പങ്കിടുമ്പോൾ എലിസബത്ത് എവിടെയെന്ന് തിരക്കി ആരാധകർ എത്താറുണ്ടെങ്കിലും ബാല ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയവും ആരാധകരിലും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എലിസബത്ത് എവിടെയെന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല. ഒരു അഭിമുഖത്തിലാണ് എലിസബത്തിനെ കുറിച്ച് ഏറെ നാളുകൾക്ക് ശേഷം ബാല സംസാരിച്ചത്. എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത്. ഞാനൊരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച്. ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ്, പ്യുവർ ക്യാരക്ടറാണ്. ഇപ്പോൾ എന്റെ കൂടെ ഇല്ല, ഞാനും അവളുടെ കൂടെ ഇല്ല. വിധി. അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ സ്വർണമാണ്. ഇതിന്റെ മുകളിലൊന്നും ചോദിക്കരുത്. ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം ഉണ്ടായിരുന്നവളാണ്. എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത്. അതോടുകൂടി വീണ്ടും കമന്റുകളുമായി ചിലർ എത്തിയിരുന്നു. അപ്പോൾ ശരിക്കും വേർപിരിഞ്ഞു? ഭാര്യ ദൂരെ ജോലി ചെയ്യുകയാണ് എന്ന് പറയാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടെന്താ? പിണങ്ങി കഴിഞ്ഞാൽ ബാല ഇതിനപ്പുറം പറയുന്നതും കേൾക്കേണ്ടി വരും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം അടുത്തിടെ എലിസബത്ത് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചതും ഏറെ വൈറലായിരുന്നു. സിനിമ കണ്ടാൽ പ്രണയം എത്ര മനോഹരമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥ പ്രണയം അങ്ങനെയല്ലെന്നാണ് എലിസബത്ത് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. എല്ലാം പ്രണയത്തെ വളരെ മനോഹരമായി ചിത്രീകരിക്കാറുണ്ട്. അനാർക്കലി പോലുള്ള സിനിമകളും അതിലെ ഡയലോഗുകളും എല്ലാം കണ്ടാൽ പ്രണയം ഇത്രയും ദിവ്യവും മനോഹരവുമാണോ എന്നൊക്കെ തോന്നും. ഞാനും അനാർക്കലി സിനിമയുടെ വലിയ ആരാധികയാണ്. ഡയലോഗുകൾ എല്ലാം എനിക്ക് കാണാപ്പാടവുമാണ്. 2ാം വർഷം MBBS പഠിക്കുമ്പോഴാണ് ആ സിനിമ കാണുന്നത്. എന്നാൽ സിനിമയിൽ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല പ്രണയം. എല്ലാവരും പറയുന്നത് പോലെ പ്രണയിക്കുമ്പോൾ ജാതിയും മതവും പ്രായവും ദേശവും ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആക്കിയാൽ പോരെ. പിന്നെ പ്രണയിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രണയം സിനിമയിൽ കാണുന്നത് പോലെ അത്രയും മനോഹരമായിരിക്കില്ല. പ്രണയിക്കുന്നത് തെറ്റാണ് എന്നല്ല, അമിതമായ പ്രതീക്ഷകൾ വെക്കരുത്. ഇനി അഥവാ ആ പ്രണയബന്ധം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ സമൂഹത്തെ പേടിച്ച് ആ ടോക്സിക് റിലേഷനിൽ തുടരേണ്ടതില്ല എന്നാണ് എലിസബത്ത് പറഞ്ഞത്. ബാലയുമായുള്ള വിവാഹശേഷം എലിസബത്ത് തന്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചിരുന്നു. അതേസമയം ഉണ്ണിമുകുന്ദൻ നായകനായ ഷെഫീഖിന്റെ സന്തോഷമാണ് ബാല ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ. ചിത്രത്തിൽ സഹകരിച്ച പല സഹപ്രവർത്തകർക്കും ഉണ്ണിമുകുന്ദൻ പണം നൽകിയില്ല എന്ന ബാലയുടെ പ്രസ്താവന വിവാദമായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ബാലയ്ക്ക് നടത്തിയതിനാൽ താരം ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന നടനായിരുന്നു ബാല. പുലിമുരുകന് ശേഷം ബാലയെ ഊർജ്ജസ്വലതയോടെ കാണാൻ സാധിച്ചിട്ടില്ലെന്നത് ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പുതിയ മുഖത്തിലും ചെമ്പടയിലും എന്നതിന്റെയും മൊയ്തീനിലും ഉണ്ടായിരുന്ന ബാലയെ തിരികെ കിട്ടാൻ വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.